ഹായ് വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കൾക്കെല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സാറിനും സുഖമാണ്. സാറിന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? എക്സാമിന് ഇതുവരെ ഒന്നും പഠിക്കാത്ത ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, എക്സാമിനകത്ത് സോഷ്യൽ സയൻസിനകത്ത് സാധാരണ ചോദിച്ചു വരാറുള്ളതാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ്, അതുപോലെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലേ? നമുക്കറിയാം, വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം സാധാരണ. അതേപോലെ രണ്ട് കോളങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ജോഡികൾ കണ്ടെത്തി എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ റെഡി അല്ലേ? സെറ്റ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം മക്കളെ. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, പ്രധാനമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സാമ്പത്തിക വ്യവസ്ഥകളാണ് പ്രധാനമായിട്ട് നമുക്ക് അറിയുന്നതാണ്. 3 തരത്തിലേക്കുള്ള സാമ്പത്തിക വ്യവസ്ഥകളാണുള്ളത്, എക്കണോമിക് സിസ്റ്റംസ് ആണുള്ളത്. അതിൽ നിങ്ങൾ നോക്കൂ, ഒന്നാണ് കൊടുത്തിട്ടുണ്ട് സോഷ്യലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 എണ്ണമാണ് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം, ഒന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്, രണ്ടാമത്തെ എന്താണ്, മിക്സഡ് എക്കോണമിയാണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ്. ഒന്നാമത്തെ നമുക്ക് നോക്കാം, പ്രധാനമായിട്ട് എന്താണ്, സാമ്പത്തിക വ്യവസ്ഥകൾ അല്ലെ? നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥകളാണ് അവിടെ കൊടുത്തത് അല്ലെ? സാമ്പത്തിക വ്യവസ്ഥകളാണ്. അപ്പോ ഒന്നാമത്തേത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ മലയാളം എന്ന് പറഞ്ഞാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. ഇനി രണ്ടാമത് നമുക്ക് പഠിച്ചിട്ടുണ്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വരിക? മിക്സഡ് എക്കോണമിയാണ്. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് മക്കളെ. മിശ്ര സമ്പദ് വ്യവസ്ഥ. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 2 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഷ്യൂർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോളാം. ഇനി അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കൂ, രണ്ടാമത്തതാണ് കോർപ്പസ് ജൂറെ സിവിക്സുമായി ബന്ധപ്പെട്ടാണ്. ഈ ചാർട്ട് എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കോർപ്പസ് ജൂറെ സിവിക്സിലെ പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങൾ ഉണ്ടല്ലോ, ആ ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓൾറെഡി ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ഡൈജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡൈജസ്റ്റ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഡൈജസ്റ്റ് എന്ന് തന്നെയാണ് നമ്മൾ പറയാം. ബാക്കി 2 എണ്ണാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മൾ കണ്ടെത്തണം എ എന്താണ്, ബി എന്താണെന്നുള്ളത് കണ്ടെത്തണം. നമുക്കറിയുന്നതാണ് 3 പുസ്തകങ്ങളിൽ ഒന്ന് കോഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് അല്ലെ? ഈ പറയുന്ന ഡൈജസ്റ്റിനെ കൂടാതെ. അപ്പോ കോഡ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കോഡാണ് അല്ലെ? കോഡാണ് ഇവിടെ വരിക. കോഡ് ഇംഗ്ലീഷിലും മലയാളത്തിലും എന്ത് തന്നെയാണ്? കോഡ് എന്ന് തന്നെയാണ് പറയാം കേട്ടോ. കോഡ് എന്ന് തന്നെയാണ് നമ്മൾ പറയാം. ഓക്കെ, പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്ന് തന്നെയാണ് പറയാ. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് പറയാം കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ, ഓർത്ത് വെക്കണേ. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് വരിക. ഓക്കെ, അപ്പൊ മക്കളെ ഇതും നിങ്ങൾക്കറിയാം, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് പഠിച്ചാലും ഒരു 2 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ മക്കളെ നോക്കിക്കോളൂ. നെക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്കറിയാം, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ജനസംഖ്യാ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ചോദിക്കുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അല്ലെ? ഞാൻ അവിടെ എഴുതി വെക്കാം കേട്ടോ. ഇത് ഇനി ആർക്കെങ്കിലും ഒരു ഡൗട്ട് വേണ്ട. ജനസംഖ്യാ വിതരണത്തെ അല്ലെ? ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. ഘടകങ്ങളാണ്. നമുക്ക് നോക്കാം മക്കളെ, എന്തൊക്കെയാണ് ഘടകങ്ങൾ എന്ന് നോക്കാം. ഓൾറെഡി അവിടെ കൊടുത്തത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആണ്. ജലത്തിന്റെ ലഭ്യതയാണ് അവിടെ കൊടുത്തത് കേട്ടോ. ജലത്തിന്റെ ലഭ്യത അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള എ ബി സി നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒന്നാമത് നോക്കാം. ഒന്നാമത്തത് സോയിൽ ആണ്. സോയിൽ അല്ലെങ്കിൽ മണ്ണ് ജനസംഖ്യയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഇത്. സോയിൽ അല്ലെങ്കിൽ മണ്ണ്, അത് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഇനി രണ്ടാമത്തെ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതി വെക്കാം, ക്ലൈമറ്റ് എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. ക്ലൈമറ്റ്. ഓക്കെ, ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾക്കറിയാം എന്താണ്, കാലാവസ്ഥ ജനസംഖ്യയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഓർത്ത് വെച്ചോളാം, കാലാവസ്ഥ. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതി വെക്കാം, മിനറൽസ് എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. ഇവിടെ എന്ത് ചെയ്യാം, മിനറൽസ് എന്ന് എഴുതി വെക്കാം. മിനറൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് മക്കളെ, ധാതുക്കളാണ്. ധാതുക്കൾ. ഇത് മാത്രമല്ല കേട്ടോ മക്കളെ, ഇനിയും പോയിന്റുകൾ ഉണ്ട്. ഫിസിയോഗ്രഫി വരും, ഭൂപ്രകൃതി വരും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ മക്കളെ ഈ ഒരു ഭാഗത്ത് നിന്ന് മിനിമം ഒരു 4 പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കണം. ജനസംഖ്യയെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ഒരു 4 പോയിന്റ് മിനിമം പഠിച്ചു വെക്കണം. എക്സാമിന്
എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് എന്നുള്ളത് ഓർത്ത് വെച്ചോളണം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ മക്കളെ നെക്സ്റ്റ് സാർ ഇനി നോക്കാൻ പോകുന്നത് അടുത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയ ഈ ഫ്ലോ ചാർട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. എ എന്നും ബി എന്നും പറയുന്ന 2 ബോക്സുകൾ തന്നിട്ടുണ്ട്. അതിലുള്ളത് ഏറ്റവും ശരിയായിട്ടുള്ള ജോഡികൾ തെരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കൽഹണ, സൂർദാസ്, തുളസിദാസ്, അമോഘ വർഷൻ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. ഇനി ഇപ്പുറത്തെ ബി എന്ന് പറയുന്നത് അവരുടെ വർക്കുകളാണ്, പ്രധാനപ്പെട്ട കൃതികളാണ്. ഒരു ഭാഗത്ത് നോക്കാം കവിരാജമാർഗം, അതുപോലെ രാമചരിതമാനസ്, സൂർസാഗർ, അതുപോലെ രാജതരംഗിണി തുടങ്ങിയിട്ടുള്ള വർക്കുകൾ കാണാം. അതിൽ ഏറ്റവും അനുയോജ്യമായത് നമ്മൾ കണ്ടെത്തണം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കണ്ടെത്താൻ പോവാണ്. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചോളി, ആരും തന്നെ ഇതിൽ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്കൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒന്നുണ്ട്. അതാണ് സൂർസാഗർ അതുപോലെ സൂർദാസ്. നോക്കിയോളൂ കേട്ടോ, സൂർസാഗർ, സൂർദാസ്. ആ രണ്ടിലും കാണാം. ആദ്യത്തത് സൂർ അല്ലെ, സൂർസാഗർ. അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. നല്ല സാമ്യത ഉള്ളതാണ്. ഓക്കെ, അങ്ങനെ അത് കണ്ടെത്താൻ പറ്റും. അതേപോലെ ഇനി അടുത്ത് നോക്കിയോളൂ മക്കളെ, കൽഹണന്റേതാണ് ഇത് രാജതരംഗിണി. കൽഹണന്റേതാണ് രാജതരംഗിണി എന്നുള്ളത് ഓർത്തോളുക. അതുപോലെ തുളസീദാസിന്റേതാണ് ഇത് രാമചരിതമാനസ്. തുളസീദാസിന്റേതാണ് രാമചരിതമാനസ് എന്നുള്ളത് ഓർത്തോളുക. ഓക്കെ, പിന്നെ ലാസ്റ്റ് അമോഘ വർഷനാണ്. അമോഘ വർഷന്റേതാണ് കവിരാജമാർഗം കേട്ടോ. അമോഘ വർഷന്റേതാണ് കവിരാജമാർഗം. അപ്പൊ ഈ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ വരച്ചാണ് കാണിച്ചത്. പക്ഷെ എക്സാമിന് നിങ്ങൾ ആൻസർ ആയി ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ വരയ്ക്കാൻ നിൽക്കരുത്, ഇങ്ങനെ കോളം ആക്കി നിൽക്കരുത്. നിങ്ങൾക്ക് ശരിയായിട്ടും ഓരോ ജോഡിക്കും അനുയോജ്യമായിട്ട് അതിന്റെ നേരെ തന്നെ എന്ത് ചെയ്യണം, എഴുതി പോകണം കേട്ടോ. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൽഹണന്റേത് എന്ന് പറഞ്ഞാൽ കൽഹണ എന്ന് എഴുതുന്നു, അതിന്റെ നേരെ തന്നെ രാജതരംഗിണി ഇങ്ങനെ എഴുതുക. അതുപോലെ സൂർദാസ് ആണെങ്കിൽ സൂർസാഗർ നേരെ തന്നെ എഴുതുക. അതുപോലെ തുളസീദാസ് ആണെങ്കിൽ രാമചരിതമാനസ് എന്ന് അതിനെ കറക്റ്റ് ആയിട്ട് എഴുതുക. അതുപോലെ അമോഘ വർഷൻ എന്നുള്ളത് കവിരാജമാർഗം ഇങ്ങനെ എഴുതുക കേട്ടോ. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മക്കൾ എഴുതേണ്ടതാണ്. നിർബന്ധമായിട്ട് അങ്ങനെ എഴുതണം കേട്ടോ. അപ്പൊ മക്കളെ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നും ഇതുവരെ നോക്കാത്ത ആളുകൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഇങ്ങനത്തെ നിരവധി ചോദ്യങ്ങൾ സോഷ്യൽ സയൻസിനകത്ത് എല്ലാ എക്സാമുകൾക്കും നമുക്ക് കാണാറുണ്ട്. ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ കാണും. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിതിൻ സാറെയാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജിതിൻ സാറെയാണ്. അപ്പൊ മക്കളെ എല്ലാ ആൾക്കാരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. സോ മക്കളെ നമുക്ക് വീണ്ടും കാണാം. സോ ഓൾ ദി ബെസ്റ്റ്, ബൈ.